നിങ്ങൾക്ക് അലർജിയുണ്ടോ? മൂക്കൊലിപ്പ്, തുമ്മൽ, കണ്ണുചൊറിച്ചിൽ ഇതൊക്കെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണോ? ഈ അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളൊരു ഗുളികയെ ആശ്രയിക്കാറുണ്ടോ? ചിലപ്പോൾ ആശ്വാസം ഒരു ഗുളിക അകലെ മാത്രമായിരിക്കും. നിങ്ങൾ ഒരുപാട് പേർ കഴിക്കുന്ന അലർജിയുടെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ വീട്ടിലുമുള്ള ഒരു ഗുളികയെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. സിട്രസിൻ ആശ്വാസം തരുന്ന ഒരു സുഹൃത്താണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഗുളികയുടെ മറുവശത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില സത്യങ്ങൾ. ഈ ഗുളിക നിങ്ങളുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില വികൃതികൾ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ. അടുത്ത 30 സെക്കൻഡിനുള്ളിൽ സിട്രസിൻ ഉപയോഗിക്കുന്ന ആരും അറിയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. ഇത് കേട്ട് നിങ്ങൾ ഞെട്ടിയേക്കാം. എന്നാൽ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ അറിയാതെ നിങ്ങളെ തകർക്കുന്ന ഒരു ഭീകരനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. അലർജിക്ക് സിട്രസിൻ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ മരുന്ന് ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഒന്നാമതായി, സിട്രസിൻ നമ്മളെ മയക്കിക്കിടത്തും. ഡ്രോസിനസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയൊരു ക്ഷീണമാണ്, അല്ലേ? എന്നാൽ ഇത് വെറും ക്ഷീണമല്ല. ചിലപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ക്ലാസ്സിലിരിക്കുമ്പോഴോ പോലും അറിയാതെ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ മരുന്ന് നിങ്ങളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് ഒരു അപകടസാധ്യതയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നത് എത്ര ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് ഓർത്തുനോക്കൂ. അപ്പോൾ അലർജിക്ക് ഗുളിക കഴിക്കണ്ടേ? അതല്ല, ശ്രദ്ധയോടെ കേൾക്കുക. സിട്രസിൻ കഴിക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ പ്രധാന പാർശ്വഫലം, വായ ഉണങ്ങിപ്പോകുന്നത്, ഡ്രൈ മൗത്ത്. ഇതൊരു ചെറിയ പ്രശ്നമായി തോന്നാം. പക്ഷേ സ്ഥിരമായി ഇങ്ങനെ സംഭവിച്ചാൽ അത് പല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കും. വായിൽ അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, സിട്രസിൻ ഒരുപാട് പേരിൽ തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഈ മരുന്ന് ശരീരത്തിൽ ഹിസ്റ്റമിൻ ലെവലിനെ മാറ്റുമ്പോൾ അത് തലച്ചോറിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ചിലർക്ക് ഈ മരുന്ന് നിർത്തുമ്പോൾ തലകറക്കവും തലവേദനയും ഉണ്ടാകാം. നിങ്ങൾക്കറിയാമോ, ചില ആളുകൾ ദിവസവും സിട്രസിൻ കഴിച്ചു അവസാനം അതിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലെത്തുന്നു. ഇതൊരു സാധാരണ ഗുളികയല്ല, ഇതൊരു കെണിയാണ്. ഈ മരുന്ന് നിങ്ങളുടെ കരളിനെയും വൃക്കകളെയും ബാധിക്കുമോ? സ്ഥിരമായി സിട്രസിൻ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ കരളിന്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. കരൾ രോഗമോ വൃക്കരോഗമോ ഉള്ളവർ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നുന്നുണ്ടാകാം. പക്ഷെ പേടിക്കേണ്ട, ഇത് ഈ ഗുളിക ഉപേക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. അലർജിക്കായി ഈ മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. അവർക്ക് നിങ്ങളെ മറ്റൊരു മരുന്നിലേക്ക് മാറ്റാൻ കഴിഞ്ഞേക്കാം. 2. പാർശ്വഫലങ്ങൾ ശ്രദ്ധിക്കുക. സിട്രസിൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വാഭാവികമായ മാറ്റങ്ങൾ, അതായത് അമിത ക്ഷീണം, തലവേദന അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്നതുപോലെ എന്തെങ്കിലും തോന്നിയാൽ ഉടനടി മരുന്ന് നിർത്തി ഡോക്ടറുമായി ബന്ധപ്പെടുക. 3. മരുന്ന് കഴിക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾക്ക് അലർജി വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായി എല്ലാ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കുക. ഓർക്കുക, മരുന്നുപയോഗിക്കുമ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ അവകാശമാണ്. ഈ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങളെ പേടിപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുകയാണ്. ഈ സത്യം നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പങ്കുവയ്ക്കുക. അലർജിക്ക് സിട്രസിൻ കഴിക്കുന്നവർ ഒരുപാടുണ്ട്. ഈ വീഡിയോ അവർക്ക് ഒരു മുന്നറിയിപ്പായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. അത് ശ്രദ്ധയോടെ സംരക്ഷിക്കുക. വീണ്ടും കാണാം.